സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ദൈവം നമ്മെ അങ്ങേയറ്റം സ്നേഹിച്ച് നമുക്ക് വേണ്ടി സ്വയം ഇല്ലാതായി തീർന്നു. കാൽവരിയിൽ ദൈവ മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി വന്നുകൊണ്ട് നമ്മുടെ പാപങ്ങൾ മനുഷ്യവർഗം മുഴുവൻ്റെയും ആദം മുതൽ യേശുവിൻ്റെ കാലത്തും ഇനിയും യേശുവിൻ്റെ രണ്ടാമത്തെ വരവരെയും ലോകത്തിൽ ജനിക്കാനിരിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും സകല പാപങ്ങളും യേശു തൻ്റെ മേൽ ഏറ്റെടുത്തു. ഓരോ മനുഷ്യനും സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള വഴി യേശു തുറന്നു. അതുകൊണ്ട് തന്നെയാണ് ഈശോ പറഞ്ഞത് യോഹന്നാൻ 14 വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് എത്തുന്നില്ല എന്ന്. അപ്പം ഈ ഭൂമിയിൽ ജനിച്ച ഓരോ മനുഷ്യനും വേണ്ടി സ്വർഗത്തിലെത്താനുള്ള വഴി തുറന്നു കൊടുത്തു യേശു. ആ ഒരു അറിവാണ് നമുക്കുണ്ടാകേണ്ടത്. ഏറ്റവും വലിയ പാപിയെ തേടുന്ന വഴി അടഞ്ഞുപോയ പർദീസായിലേക്ക് നിത്യതയിലേക്ക് കയറാൻ പറ്റാതെ വഴി അടഞ്ഞുപോയവരാണ് പാപികൾ. അപ്പം യേശു പറഞ്ഞു, ഞാൻ വന്നത് പാപികളെ തേടിയാണ്. സ്വർഗത്തിലേക്കുള്ള വഴി അടഞ്ഞുപോയ നരകത്തിൻ്റെ വാതിലിലേക്ക് പൊക്കൊണ്ടിരിക്കുന്നവരെ തിരികെ നിത്യതയിലേക്ക് പ്രവേശിക്കാനാണ് യേശു ഭൂമിയിൽ വന്നത്. നമുക്കറിയാം, യോഹന്നാൻ ശ്ലീഹ അതേക്കുറിച്ച് പറഞ്ഞ ഇങ്ങനെയാണ്: സാത്താൻ്റെ പ്രവൃത്തികളെ ഇല്ലാതാക്കാനാണ് ദൈവപുത്രൻ ഭൂമിയിൽ പ്രത്യക്ഷനായത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, യേശു അത് കുരിശിൽ പൂർത്തിയാക്കി. പിതാവേ, എല്ലാം പൂർത്തിയായി എന്ന് ഈശോ കുരിശിൽ പറഞ്ഞിട്ടാണ് തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ ഭൂമിയിലെ ഒരു ജീവിത മനുഷ്യനായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന എല്ലാം വേണമെങ്കിൽ ഈ ഭൂമിയിൽ സർവ്വതുമാകാമായിരുന്നു. ലോകത്തിൻ്റെ ചക്രവർത്തിയാകാമായിരുന്നു, അധിപതിയാകാമായിരുന്നു, എല്ലാം സ്വന്തമാക്കാമായിരുന്നു. പക്ഷെ ഒന്നും സ്വന്തമാക്കിയില്ല. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു. എന്താണ് യഥാർത്ഥമായി പൂർണ്ണ മനുഷ്യൻ എന്ന് പറഞ്ഞ് എന്താണെന്ന് യേശുവിലേക്ക് നോക്കി. ക്രിസ്ത്യാനികരണം, ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നൊക്കെ പറഞ്ഞൊരു പുസ്തകം പണ്ട് കാലങ്ങളിൽ നമ്മൾ കരിസ്മാറ്റിക് നവീകരണമൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ ഓർക്കുന്നത് എൻ്റെ വല്യമ്മ, അപ്പൻ്റെ അമ്മ നിരന്തരം എല്ലാ ദിവസവും വായിക്കുന്ന ഒരു പുസ്തകമായിരുന്നു ക്രിസ്ത്യാനികരണം. അപ്പോൾ യേശുവിൻ്റെ ജീവിതത്തിൽ നമ്മൾ ഓരോ ദിവസവും എങ്ങനെ അനുകരിക്കണം എന്നുള്ളതിനെക്കുറിച്ചും. ഇന്നലെ നമ്മൾ സീറോ മലബാർ സഭയിൽ ഇന്നലത്തെ സുവിശേഷം അല്ലെങ്കിൽ ഒന്നാമത്തെ വായന 10 കൽപ്പനകളെ കുറിച്ചായിരുന്നു. പഴയ നിയമത്തിനുള്ള വായന, പുറപ്പാട് 20 നിന്നുള്ള വായനയായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ആഗോള സഭയിൽ ഇന്നലെയൊക്കെയും ആ കൽപ്പനകളെ ദൈവം നൽകിയതിനെക്കുറിച്ചും അതിലെ കൽപ്പനകൾ മനുഷ്യൻ ലംഘിച്ചത് മൂലം സീനായ് മല ഇറങ്ങി വരുന്ന ദൈവം മലയ്ക്ക് ചുറ്റും വേലി കെട്ടണമെന്നൊക്കെ പറഞ്ഞൊരു ഭാഗമായിരുന്നു ഇന്നലെ ആഗോള സഭയിലെങ്കിൽ. ഇന്നും ആഗോള സഭയിൽ നമ്മൾ ഈ ലോകത്തിൻ്റെതായ മോഹങ്ങളുടെ പിന്നാലെ പോയി മനുഷ്യ സ്നേഹവും ദൈവസ്നേഹവും നഷ്ടപ്പെടുത്തി സ്വയം സാത്താൻ അടിമയായിത്തീരുന്നൊരവസ്ഥയുണ്ട്. ദൈവത്തെയും മനുഷ്യരെയും മറന്ന് ലോകം സ്വാർത്ഥത പെരുകിയിട്ട് അവന് സംഭവമാണെന്ന് ആഗോള സഭയിലെ വിശുദ്ധ കുർബാന ഒന്നാമത്തെ വായന 1 രാജാക്കന്മാർ 21-ാമത്തെ അധ്യായം, നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം. അതായത് നമുക്കറിയാം, ആഹാബ് രാജാവ് ഈ സോളമൻ്റെ കാലത്ത് രാജ്യം വിഭജിക്കപ്പെട്ടു. നമുക്കറിയാം, ഒരു ഗോത്രം മാത്രമായി സമരിയായുടെ ആ ഭാഗം, അത് ഒരു ഗോത്രം മാത്രമായി അവർക്ക് ലഭിച്ച് ബാക്കി മുഴുവനും അവർക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇസ്രായേൽ രാജാവ് അല്ലെങ്കിൽ സമരിയായിൽ ഭരിക്കുന്ന സോളമൻ്റെ അവകാശിയായ ആഹാബ് രാജാവ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ജസബൽ, രണ്ടുപേരും തിന്മയുടെ മൂർത്തിഭാവമായിരുന്നു അങ്ങേയറ്റം. ദൈവം ഇവരെല്ലാം ഓരോ പ്രാവശ്യം വിളിക്കുമ്പോഴും ഒരു ദൈവത്തെ വീണ്ടും അതിനേക്കാൾ കൂടുതൽ ഇരട്ടി പാപം ചെയ്തുകൊണ്ട് അകന്നുപോയ അനുഭവമായിരുന്നു. അപ്പം അങ്ങനെ ഈ ആഹാബ് രാജാവ് ഒരു ദിവസം, നമ്മൾ 10 കൽപ്പനകളിൽ അല്ലേ, നമ്മൾ പുറപ്പാട് 20 അതേക്കുറിച്ച് ഇങ്ങനെയാണ് വായിക്കുക. 10 കൽപ്പനകൾ ഒടുവിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. 17-ാമത്തെ പുറപ്പാട് 20:17 പറയുന്നുണ്ട് അല്ലേ, 10 കൽപ്പനകൾ ഇങ്ങനെ എല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്. 12 പറയുന്നുണ്ട്, ദീർഘകാലം ജീവിച്ചിരിക്കണം, നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, അയൽക്കാരനെതിരായ വ്യാജസാക്ഷ്യം നൽകരുത്. പുറപ്പാട് 20, നിയമാവർത്തനം 5-ലുമാണത് കൊടുത്തിരിക്കുന്നത്. 10 കൽപ്പനകൾ ദൈവം മോശയോട് നൽകിയത്. അപ്പം വചനത്തിൽ പറയുകയാണ്, പുറപ്പാട് 20:17 അയൽക്കാരൻ്റെ ഭവനം മോഹിക്കരുത്,
അയൽക്കാരൻ്റെ ഭാര്യയോ ദാസനെയോ ദാസിയോ കാളയോ കഴുതയോ അവൻ്റെ മറ്റെന്തെങ്കിലുമോ മോഹിക്കരുത്. 10 കൽപ്പനയിൽ നമ്മൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അന്യൻ്റെ വസ്തുക്കൾ ആഗ്രഹിക്കുന്നു. അപ്പം ഇന്നത്തെ സംഭവം നമ്മൾ ഈ കൽപ്പനകളൊക്കെ മറന്നുകൊണ്ട് സ്വന്തം ഇഷ്ടത്തിനായി ജീവിക്കുന്ന ഈ ആഹാബ് രാജാവ്, നമുക്ക് ഏലിയായുമായിട്ടുള്ള മത്സരമൊക്കെ, ദൈവത്തിനെതിരെയും ജസബല് ബാലിൻ്റെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി ദേശം മുഴുവനും ഇസ്രായേലിൻ്റെ ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് ബാൽ ദേവന്മാരുടെ വിഗ്രഹം ഉണ്ടാക്കിയാണ്ട് 450ഓളം പുരോഹിതന്മാരെ അതിനുവേണ്ടി നിയോഗിച്ച് ആ സംഭവമൊക്കെ നമ്മൾ ഇടയ്ക്ക് ചിന്തിച്ചാണ്. അപ്പോൾ ഈ ആഹാബ് രാജാവ് വീണ്ടും വീണ്ടും ദൈവം തിരിച്ചു വിളിക്കുന്നു. അന്ന് രാജാക്കന്മാര് നമ്മൾ 18 വായിച്ചു, ഏലിയായുടെ ബലിയൊക്കെ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ ആഹാബ് രാജാവിൻ്റെ ഉള്ളിൽ ഈ ലോകമോഹങ്ങളും തിന്മയും നിറഞ്ഞിരുന്നതിനാൽ ആഹാബ് രാജാവ് ഇന്നത്തെ സംഭവം ഇങ്ങനെയാണ്. ജസ്രയേൽക്കാരനായ നാബോത്തിന് ജസ്രയേൽ സമരിയ രാജാവായ ആഹാബിൻ്റെ കൊട്ടാരത്തോട് ചേർന്ന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ഒരു ദിവസം ആഹാബ് രാജാവ് നാബോത്തിനോട് പറഞ്ഞു, എനിക്ക് പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാൻ നിന്റെ മുന്തിരിത്തോട്ടം വിട്ടുതരണം. അത് കൊട്ടാരത്തിൻ്റെ സമീപമാണല്ലോ. അതിനേക്കാൾ മെച്ചമായ ഒരു മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരാം. പണമാണ് വേണ്ടതെങ്കിൽ വില തരാം. എന്നാൽ നാബോത്ത് പറഞ്ഞു, എൻ്റെ പിതൃസ്വത്താണത്, എൻ്റെ പിതാവിൽ നിന്ന് അവകാശമായി കിട്ടിയതാണത്. ഇസ്രായേൽ ജനത്തിനിടയിൽ പിതൃസ്വത്തിന് ഭയങ്കര മൂല്യമാണ്, ഒരിക്കലും ഒരു വിട്ടുകളയില്ല. വില തരാം എന്ന് നാബോത്ത് പറയും. എൻ്റെ പിതൃസ്വത്ത് വിൽക്കുന്നതിനെ കർത്താവ് ഇടയാക്കാതിരിക്കട്ടെ, എൻ്റെ പിതൃസ്വത്ത് ഞാൻ അങ്ങേക്ക് നൽകുകയില്ല എന്ന് ജസ്രയേൽക്കാരനായ നാബോത്ത് പറഞ്ഞതിൽ രോക്ഷാകുലനായി ആഹാബ് സ്വഭവനത്തിലേക്ക് മടങ്ങി. അവൻ മുഖം തിരിച്ച് കട്ടിലേക്ക് കിടന്നു. ഭക്ഷണം കഴിച്ചെന്നുമില്ല. അവൻ്റെ ഭാര്യ ജസബൽ അടുത്തു വന്ന് ചോദിച്ചു, അങ്ങ് എന്താണ് ഇത്ര ക്ഷോഭിച്ചിരിക്കുന്നത്? ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ. അവൻ പറഞ്ഞു, ജസ്രയേൽക്കാരനായ നാബോത്തിനോട് അവൻ്റെ മുന്തിരിത്തോട്ടം വിലയ്ക്ക് തരിക, അല്ലെങ്കിൽ വേറൊന്നിന് പകരമായി തരിക എന്ന് ഞാൻ പറഞ്ഞു, എന്നാൽ തരികയില്ല എന്ന് അവൻ പറഞ്ഞു. ജസബൽ പറഞ്ഞു, തിന്മയുടെ മൂർത്തിഭാവമാണ് ജസബൽ. ഇങ്ങനെയാണല്ലോ ചില കുടുംബങ്ങളിൽ നന്മയെക്കുറിച്ച് ചിന്തയില്ല, എങ്ങനെയും ഇല്ലാതാക്കി. ഇപ്പം ഈ ഭാര്യ ഒരു ഉപായം പറഞ്ഞതും കൊടുത്തില്ല. ഞാനില്ല എന്താ പറഞ്ഞെന്നറിയാം. അവിടെ ചോദിക്കണം. ജസബൽ പറഞ്ഞു, അങ്ങാണോ ഇസ്രായേൽ ഭരിക്കുന്നത്? എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച് സന്തുഷ്ടനായി ഇരിക്കുക. ജസ്രയേൽക്കാരനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ഞാൻ അങ്ങേക്ക് തരും. അവൾ ആഹാബിന്റെ പേരും മുദ്രയും വെച്ച് നഗരത്തിൽ നാബോത്തിനോടൊപ്പം വസിക്കുന്ന ശ്രേഷ്ഠന്മാർക്ക് പ്രഭുക്കന്മാർക്കും കത്തയച്ചു. രാജ്ഞിയാണല്ലോ. അതിലിങ്ങനെ എഴുതിയിരുന്നു, നിങ്ങളൊരു ഉപവാസം പ്രഖ്യാപിക്കുകയും ജനത്തെ വിളിച്ചുകൂട്ടി അവിടെ നാബോത്തിനെ പ്രധാന സ്ഥാനത്തിരുത്തുകയും ചെയ്യുവിൻ. അവനെതിരായി 2 നീചന്മാരെ കൊണ്ടുവരുവിൻ. നാബോത്ത് ദൈവത്തിനും രാജാവിനും എതിരായി ദൂഷണം പറഞ്ഞു എന്ന് അവർ കള്ളസാക്ഷ്യം പറയട്ടെ. അപ്പോൾ അവനെ പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലുവിൻ. പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരും പ്രഭുക്കന്മാരും ജസബൽ എഴുതിയതുപോലെ പ്രവർത്തിച്ചു. അവർ ഉപവാസം പ്രഖ്യാപിച്ച് ജനത്തെ വിളിച്ചുകൂട്ടി നാബോത്തിൻ്റെ പ്രധാന സ്ഥാനത്തിരുത്തി. നീചന്മാർ ഇരുവരും അവനെതിരെ ഇരുന്നു. ഇവൻ ദൈവദൂഷണവും രാജദൂഷണവും പറഞ്ഞുവെന്ന് അവർ ജനത്തിന് മുമ്പിൽ നാബോത്തിനെതിരായി കുറ്റം ആരോപിച്ചു. അവർ പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്നു അവനെ. നാബോത്തിനെ കല്ലെറിഞ്ഞു കൊന്ന വിവരം ജസബലിനെ അറിയിച്ചു. അത് കേട്ട ഉടനെ ജസബൽ ആഹാബിനോട് പറഞ്ഞു, എഴുന്നേൽക്കുക, ജസ്രയേൽക്കാരനായ നാബോത്ത് വിലയ്ക്ക് തരാൻ വിസമ്മതിച്ച മുന്തിരിത്തോട്ടം കൈവശപ്പെടുത്തിക്കൊള്ളുക. നാബോത്ത് ജീവിച്ചിരിപ്പില്ല, അവൻ മരിച്ചു. നാബോത്ത് മരിച്ച വിവരം അറിഞ്ഞ മാത്രയിൽ ആഹാബ് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടം കൈവശപ്പെടുത്താൻ ഇറങ്ങി. ഇനിയാണ് സംഭവം. ഇന്നത്തെ വായന ഇവിടം വരെയാണ്. പക്ഷേ അടുത്തൊരു പാരഗ്രാഫ് കൂടെ വായിച്ചില്ലെങ്കിൽ നമ്മളോട് എന്താണ്. അവിടെ ഏലിയായോട് കർത്താവ് അരുളി ചെയ്തു, നീ ചെന്ന് സമരിയായിലുള്ള ഇസ്രായേൽ രാജാവ് ആഹാബിനെ കാണുക. അവൻ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം കൈവശപ്പെടുത്താൻ എത്തിയിരിക്കുന്നു. ഇത് നോക്കുക, ദൈവം എല്ലാം കാണുന്നുണ്ട്, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും. ഏലിയായുടെ അയച്ചുകൊണ്ട് പറയാണ്, നീ രാജാവിൻ്റെ അടുത്ത് നിന്ന് അവനോട് പറയണം. കർത്താവ് ചോദിക്കുന്നു, നീ അവനെ കൊലപ്പെടുത്തി അവൻ്റെ വസ്തു കയ്യേറിയോ? അവനോട് വിവരം പറയുക. കർത്താവ് അരുളി ചെയ്യുന്നു, നാബോത്തിൻ്റെ രക്തം നായ്ക്കൾ നക്കിക്കുടിച്ച സ്ഥലത്ത് വെച്ച് തന്നെ നിന്റെ രക്തവും നായ്ക്കൾ നക്കിക്കുടിക്കും. ആഹാബ് ഏലിയായോട് ചോദിച്ചു, എൻ്റെ ശത്രുവായ നീ എന്നെ, ഏലിയായുടെ ശത്രു അല്ലെങ്കിൽ ദൈവത്തിൻ്റെ
പുരോഹിതനായ പ്രവാചകനായ ഏലിയായെ ഒരു ശത്രുവായിട്ടാണ് ആഹാബ് കരുത്. കാരണം അവിടെ ബാലിൻ്റെ വിഗ്രഹമൊക്കെ ഉണ്ടാക്കി ഇതിനു മുമ്പ് നടന്ന സംഭവം എല്ലാം അതൊക്കെ ഞാൻ പറഞ്ഞു. ഇത്രമാത്രം കഠിനമായ ഹൃദയമായി ദൈവത്തിൽ നിന്ന് അകന്നുപോയ ആഹാബ് രാജാവ്. ഏലിയ പറയുകയാണ്, ഇതേ ഞാൻ തന്നെ നിന്നെ കണ്ടെത്തിയിരിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിക്കുവാൻ നീ നിന്നെ തന്നെ വിറ്റിരിക്കുന്നു. ഇതാ ഞാൻ നിനക്ക് നാശം വരുത്തും. കർത്താവ് പറയാണ്, നാശം വരുത്തും, ഞാൻ നിന്നെ നിർമ്മാർജ്ജനം ചെയ്യും. ആഹാബിന് ഇസ്രായേലിലുള്ള എല്ലാ പുരുഷന്മാരെയും സ്വതന്ത്രരെയും അടിമകളെയും ഞാൻ നിഗ്രഹിക്കും. നീ എന്നെ പ്രകോപിപ്പിക്കുകയും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യുകയും ചെയ്തതിനാൽ ഞാൻ നിന്റെ ഭവനത്തെ നാബോത്തിൻ്റെ മകൻ ഞാൻ നിന്റെ ഭവനത്തെ നെബാത്തിൻ്റെ മകൻ ജെറോബാമിൻ്റെയും അഹയായുടെ മകൻ മാഷായുടെയും ഭവനങ്ങളെ പോലെ ആക്കി തീർക്കും. അതിന് ഭാര്യയെക്കുറിച്ച് പറയണം. ജസബലിനെ കുറിച്ചും കർത്താവ് അരുളിച്ചിരിക്കുന്നു, ജസ്രയേലിൻ്റെ അതിർത്തിക്കുള്ളിൽ വെച്ച് ജസബലിനെ നായ്ക്കൾ തിന്നും. ആഹാബിൻ്റെ ഭവനത്തിൽ നിന്ന് നഗരത്തിൽ വെച്ച് മരിക്കുന്നവനെ നായ്ക്കൾ ഭക്ഷിക്കും. നാട്ടിൻ പുറത്ത് വെച്ച് മരിക്കുന്നവനെ പറവകളും. ഭാര്യയായ ജസബലിൻ്റെ പ്രേരണയ്ക്ക് വഴങ്ങി കർത്താവിന് അനിഷ്ടമായ പ്രവർത്തിക്കാൻ തന്നെ വിറ്റ ആഹാബിനെ പോലെ ആരും ഉണ്ടായിട്ടില്ല. ഇതെല്ലാം പിന്നീട് നടന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഓർപ്പിക്കുന്നത് ലോകമോഹങ്ങളുടെ പിന്നാലെ പോയി തകർന്ന അനേക ജീവിതങ്ങളുണ്ട് ഈ ഭൂമിയിൽ. നമ്മളൊന്ന് ആത്മശോധന ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഏത് വഴിയിലാണ്. ഇന്ന് ഈ തിങ്കളാഴ്ച ദിവസം ഫ്ലോറിഡ സ്റ്റേറ്റിന് വേണ്ടി പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ ഇന്ന് ലീന സിബി കുടുംബം നമ്മളെ ഓർപ്പിച്ച വചനം സുഭാഷിതങ്ങൾ 3-ാമത്തെ അധ്യായത്തിലായിരുന്നു. അവിടെ ജ്ഞാനത്തെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവെന്ന് ഓർപ്പിച്ചതും. സുഭാഷിതങ്ങൾ പ്രോവേർബ് 3:13 തൊട്ടായിരുന്നു. ജ്ഞാനം നേടുന്നവനും അറിവ് ലഭിക്കുന്നവനും ഭാഗ്യവാനാണ്, എന്തെന്നാൽ അതുകൊണ്ടുള്ള നേട്ടം വെള്ളിയെയും സ്വർണത്തെയും കാൾ ശ്രേഷ്ഠമാണ്. അവൾ രക്തത്തെക്കാൾ അമൂല്യമാണ്. നിങ്ങൾ കാംക്ഷിക്കുന്നതൊന്നും അവൾക്ക് തുല്യമല്ല. അവളുടെ വലത്ത് കൈയിൽ ദീർഘായുസ്സും ഇടത്ത് കൈയിൽ സമ്പത്തും ബഹുമതിയും സ്ഥിതി ചെയ്യുന്നു. ജ്ഞാനത്തിൻ്റെ മാർഗങ്ങൾ പ്രസന്നവും സമാധാനപൂർണവുമാണ്. അവളെ കൈവശപ്പെടുത്തുന്നവർക്ക് അവൾ ജീവന്റെ വൃക്ഷമാണ്. അവളെ മുറുകെ പിടിക്കുന്നവർ സന്തുഷ്ടരെന്ന് വിളിക്കപ്പെടുന്നു. കർത്താവ് ജ്ഞാനത്താൽ ഭൂമിയെ സ്ഥാപിച്ചു, വിജ്ഞാനത്താൽ ആകാശത്തെ ഉറപ്പിച്ചു. അവിടുത്തെ വിജ്ഞാനത്താൽ സമുദ്രങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു, മേഘങ്ങൾ മഞ്ഞു പെയ്യ്ക്കുന്നു. മകനെ, അന്യൂനമായ ജ്ഞാനവും വിവേചനാശക്തിയും പുലർത്തുക. അവൻ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ. അവൻ നിന്റെ ആത്മാവിന് ജീവനും കണ്ടത്തിന് ആഭരണവുമായിരിക്കും. അങ്ങനെ നീ നിന്റെ വഴിയിൽ സുരക്ഷിതനായി നടക്കും, നിന്റെ കാലിടറുകയില്ല. നീ നിർഭയനായിരിക്കും, നിനക്ക് സുഖനിദ്ര ലഭിക്കുകയും ചെയ്യും. ജ്ഞാനം നമുക്കറിയാം. സോളമൻ രാജാവ്, ദാവീദിൻ്റെ മകനായ സോളമൻ രാജാവ് ദൈവത്തോട് ചേർന്ന് നിന്ന ആ സമയത്ത് പിന്നീട് പോയി ആദ്യകാലങ്ങളിൽ നമുക്കറിയാം സോളമന് ഒരു രാത്രി കർത്താവിൻ്റെ മുമ്പിൽ ഗബയായിൽ ബലിപീഠത്തിൽ 1000 കാളകളെയൊക്കെ ബലിയർപ്പിച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അന്ന് 1 രാജാക്കന്മാർ 3-ാമത്തെ അധ്യായത്തിൽ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ പലപ്പോഴും ചിന്തിച്ചാണത്. ഒരിക്കൽ സോളമൻ രാജാവ് ബലിയർപ്പിക്കാൻ മുഖ്യ പൂജാഗിരിയ ഗബയോനിലേക്ക് പോയി. ആ ബലിപീഠത്തിൽ അവൻ 1000 ദഹന ബലികൾ അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് രാത്രി കർത്താവ് സോളമന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ദൈവം അവനോട് അരുളി ചെയ്തു, നിനക്ക് എന്തു വേണമെന്ന് പറഞ്ഞുകൊള്ളുക. അവൻ പറഞ്ഞു, എൻ്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവീദ് വിശ്വസ്തയോടും നീതിബോധത്തോടും പരമാർത്ഥതയോടും കൂടെ അവിടുത്തെ മുമ്പിൽ വ്യാപരിച്ചു. അങ്ങ് അവനോട് അതിയായ സ്നേഹം എപ്പോഴും കാണിച്ചു പോകുന്നു. അവിടുന്ന് ആ സ്നേഹം നിലനിർത്തുകയും അവൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ ഒരു മകനെ നൽകുകയും ചെയ്തു. എൻ്റെ ദൈവമായ കർത്താവെ, ഭരണപരിചയമില്ലാത്തൊരു ബാലനായിരുന്നിട്ട് പോലും ഈ ദാസനെ എൻ്റെ പിതാവായ ദാവീദിൻ്റെ സ്ഥാനത്ത് രാജാവാക്കിയിരിക്കുന്നു. അങ്ങ് തിരഞ്ഞെടുത്തതും സംഖ്യാതീതവുമായ ഒരു മഹാജനത്തിന് നടുവിലാണ് അങ്ങയുടെ ദാസൻ. ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്ക് കഴിയും? ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും. സോളമൻ്റെ ഈ അപേക്ഷ കർത്താവിന് പ്രീതികരമായി. അവിടുന്ന് അവനോട് അരുളി ചെയ്തു, നീ ദീർഘായുസ്സോ സമ്പത്തോ ശത്രുസംഹാരമോ ആവശ്യപ്പെടാതെ നീതി നിർവഹണത്തിന് വേണ്ട വിവേകം മാത്രമാണ് ആവശ്യപ്പെട്ടത്. നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു.
ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് തരുന്നു. ഇക്കാര്യത്തിൽ നിനക്ക് തുല്യനായി ആരും ഉണ്ടായിട്ടില്ല, ഇനിയും ഉണ്ടാവുകയുമില്ല. മാത്രമല്ല, നീ ചോദിക്കാത്തവ കൂടി ഞാൻ നിനക്ക് തരുന്നു. നിന്റെ ജീവിതകാലം മുഴുവനും സമ്പത്തും മഹത്വവും മറ്റൊരു രാജാവിന് ഇല്ലാത്ത വിധം നിനക്കുണ്ടായിരിക്കും. നിന്റെ പിതാവായ ദാവീദിനെ പോലെ എൻ്റെ നിയമങ്ങളും കൽപ്പനകളും പാലിക്കുകയും എൻ്റെ മാർഗത്തിൽ ചരിക്കുകയും ചെയ്താൽ നിനക്ക് ഞാൻ ദീർഘായുസ്സും നൽകും. സോളമൻ നിദ്രയിൽ ഉണർന്ന് അതൊരു ദർശനമായിരുന്നു എന്ന് അവന് മനസ്സിലായി. ഓർത്ത് നോക്കണം, സോളമൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ പിന്നീട് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ദൈവം കൊടുത്തു വരുന്നത്. അപ്പം നമ്മൾ ഇന്ന് പരിശുദ്ധാത്മാ നമ്മളെ ഓർപ്പിക്കുന്നത് ദൈവിക ജ്ഞാനത്തിൽ. അപ്പോൾ ഈ എന്താ സംഭവം നമുക്കറിയാം. ഈ അനീതി പ്രവർത്തിച്ചുകൊണ്ട് ഒരു മനുഷ്യനെ കൊല്ലുകയാണ്. അവനെ കൊന്നെടുത്ത് ദൈവം നീതിമാനായതുകൊണ്ട് അവിടെ ഇടപെടുകയാണ്. നമ്മളത് അവർക്കൊന്നും ആരും കാണുന്നില്ല എന്നാണ്. ദൈവം കണ്ടു, ദൈവം ഇടപെടുകയാണ്. അവിടെ ദൈവം ചോദിച്ച ഒരു ചോദ്യം നമുക്കുണ്ടല്ലോ, നീ കൊന്ന അവൻ്റെ രക്തം അല്ല. ഇത് പണ്ട് എൻ്റെ മനസ്സിലേക്കൊന്ന് ചിന്ത ചെയ്തായിരുന്നു. കായേൻ ആബേലിനെ കൊന്ന സംഭവം ആദ്യം നടന്ന കൊലപാതകമാണ് ഭൂമിയിൽ. കായേൻ അപ്പൻ്റെ അമ്മയുടെയും അല്ലെങ്കിൽ ഇതെവിടെ നിന്നാണ് കിട്ടിയത്? ദൈവം അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ നിറച്ചുകൊണ്ട് കൊടുത്തൊരു ജീവിതത്തിലെ തിന്മ കയറി സാത്താൻ്റെ അടിമത്തിൽ പോയി ഏദൻ തോട്ടം നഷ്ടപ്പെട്ടു. ആദ്യത്തെ മകൻ, അവർക്കുണ്ടായ മകൻ സാത്താൻ്റെ സന്തതിയായിരുന്നു. കാരണം അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവായിരുന്നില്ല. ഇന്ന് ലോകത്ത് സംഭവിക്കുന്ന പലതും ഇങ്ങനെ പറയുന്നത്, ദൈവത്തോട് ചേർന്ന് നിൽക്കാതെ തിന്മയ്ക്ക് അടിമപ്പെട്ട ജീവിതത്തിൽ അപ്പൻ്റെ ഇരട്ടിയായിരിക്കും മക്കളുടെ തിന്മ. ഇതൊരു മേഖലയാണ്. നമ്മളിത് കാണുന്നത് എങ്ങനെയാണ്? അതായത് ആദവും ദൈവത്തോട് ചേർന്ന് നിന്ന സമയത്ത് ഒരു സ്നേഹമായിരുന്നു. എന്നാൽ തിന്മ ഉള്ളിൽ കയറിയപ്പോൾ പരസ്പരം ദൈവത്തിൽ നിന്ന് ഓടിയാകുകയും പരസ്പരം കുറ്റം ആരോപിക്കുകയും, ആദം പറഞ്ഞ നീ തന്ന സ്ത്രീ എന്നൊക്കെ പറഞ്ഞു, എൻ്റേതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ അവസ്ഥയാണ്. പിന്നീട് ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് വരെ പോവുകയാണ്. ആ ഭൂമിയിൽ ജീവിതം പരിശുദ്ധാത്മാ നഷ്ടപ്പെട്ട ജീവിതത്തിലുണ്ടായ ആദ്യ സന്തതിയാണ് കായേൻ. അവനൊരു കൊലപാതകയായിട്ട് മാറി. നമ്മളിത് അറിയേണ്ട മേഖലയാണ്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ല. അതാണ് വിവാഹം ഒരു കൂദാശയായ ദൈവം. കൂദാശ എന്ന് പറഞ്ഞാൽ എന്താ? പരിശുദ്ധാത്മാവാണ്. വിവാഹം എന്ന സമയത്ത് കൂദാശയിലൂടെ പരിശുദ്ധാത്മാവിനെ ഒരു സ്ത്രീയിലേക്കും പുരുഷനിലേക്കും നൽകിക്കൊണ്ട് ദൈവത്തിന്റെ മക്കൾ ജനിക്കുന്നതിനായി സംഗീതം 128 പറയുന്നുണ്ട്, മക്കള് ദൈവത്തിന്റെ ദാനം, ഉദരഫലം ഒരു സമ്മാനമെന്ന്. ഞാൻ പറയും, ദൈവമക്കള് ജനിച്ചില്ലേ, മക്കള് ജനിക്കാതിരിക്കുന്ന നല്ലത്. കാരണം വലിയ ദുരന്തത്തിലേക്കാണ് പോകുക. ഈ കായേൻ സഹോദരൻ ആകപ്പാടെ ഉണ്ടായിരുന്ന ആ നല്ലവനായ രണ്ടാമത്തവനെ കായേൻ കൊന്നുകളഞ്ഞാണ് നമുക്കറിയാം. അവിടെയും ദൈവമായ കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു. കർത്താവ് കായേനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? അവൻ പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടാ. ഉൽപ്പത്തി 4 നമ്മൾ വായിക്കുന്നുണ്ട്, അവിടെ 10 അവൻ പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടാ, സഹോദരന്റെ കാവൽക്കാരനാണോ ഞാൻ? എന്ന കർത്താവ് പറഞ്ഞു, നീ എന്താണ് ചെയ്തത്? നിന്റെ സഹോദരന്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ചു കരയുന്നു. നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരന്റെ രക്തം കുടിക്കാൻ വാവിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരികയില്ല. നീ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവനാകും. ഇന്നും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആബേലിൻ്റെ രക്തം മണ്ണിൽ നിന്ന് നിലവിളിക്കുന്നു. നമ്മൾ യേശുക്രിസ്തുവിലായിരിക്കുമ്പോൾ മാത്രമാണ്, ഓർക്കുക, യേശുക്രിസ്തുവിൽ പൂർണ്ണമായി ആയിരിക്കുമ്പോഴാണ് ഈ ഒരു മേഖലയിൽ നിന്നും, കാരണം ഇത് സന്തതി പരമ്പരകളിലൂടെ കൈമാറപ്പെടുന്ന ഒരു മേഖലയാണ്. ആബേലിന്റെ രക്തം അല്ലേ ഈശോ ഇടയ്ക്ക് ഓർപ്പിച്ചില്ലേ? ഏറ്റവും ഒടുവിൽ ദേവാലയത്തിന്റെ ബലിപീഠത്തിന് മധ്യേ വെച്ച് കൊല്ലപ്പെട്ട സക്രിയ എന്ന പുരോഹിതന്റെ രക്തത്തിന് ഈ തലമുറ കണക്ക് പറയേണ്ടി വരും. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. യേശുവിന്റെ തലമുറയെക്കുറിച്ച് യേശു പറയാണ്, ആ തലമുറ കണക്ക് പറയേണ്ടി വന്നു. ഓരോ തലമുറയിലേക്കും നമ്മൾ ചിന്തിച്ചത് 4 തലമുറ വരെയൊക്കെ ഓരോ തലമുറയിൽ നിന്നും ദൈവം നീതി അന്വേഷിക്കുന്നുണ്ട്. അതെ, യേശു ക്രിസ്തുവിലാണ് യഥാർത്ഥ നീതിയുടെ ഫലം. അതായത് നമ്മൾ ഈ എബ്രായ ലേഖനം 12 ഒരു കാര്യം നമ്മൾ പലപ്പോഴും ദൈവനാമത്തിൽ, യേശു നാമത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ കുർബാനയുടെ കൂട്ടായ്മകളും സന്ധ്യാപ്രാർത്ഥനകളും കൂട്ടായ്മകളായിട്ട് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോഴൊക്കെ എന്താ സംഭവിക്കുന്നത്? അവിടെ എബ്രായർ 12 പറയുന്നുണ്ട്, ദൈവം സ്വർഗം തന്നെ ഇറങ്ങി വരുന്നൊരു അനുഭവമാണ്. എബ്രായർ 12:22
സിയോൻ മലയിലേക്കും ജീവിക്കുന്ന ദൈവത്തിന്റെ നഗരമായല്ലേ. 2-3 പേര് ഭൂമിയിൽ നിങ്ങൾ എവിടെ ഒരുമിച്ച് കൂടിയാലും ഞാൻ അവിടെ ഉണ്ട് എന്ന് യേശു പറഞ്ഞ മത്തായി 18:20 ആ വചനം എന്ന് വിശദീകരിക്കുകയാണ് എബ്രായ ലേഖനം 12:22. അവിടെ നമ്മൾ പറയണേ, നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ സിയോൻ മല എന്ന ദൈവ സ്വർഗം തന്നെ ഇറങ്ങി വരികയാണ്. സിയോൻ മലയിലേക്കും ജീവിക്കുന്ന ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ ജെറുസലേമിലേക്കും അസംഖ്യം ദൂതന്മാരുടെ സമൂഹത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതരുടെ സമൂഹത്തിൽ, അത് സഭയാണ്, സമൂഹത്തിലേക്കും നമ്മൾ ഓരോരുത്തരാണ്, സഭയിലേക്കും സമൂഹത്തിലേക്കും സഭയാണ്. ഈശോ പറഞ്ഞ സ്വർഗത്തിൽ നിങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്നു. മാമോദീസായിലൂടെ സഭയിൽ നമ്മളായിരിക്കുമ്പോൾ, നമ്മൾ കൂടുന്നുണ്ട്, ഒരുമിച്ച് കൂടുമ്പോൾ, കുർബാന അർപ്പണത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ദൈവം ഇറങ്ങി വരികയാണ്. ദൂതന്മാരുടെ സമൂഹമുണ്ട് അവിടെ. സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതരുടെ സമൂഹത്തിലേക്ക് സഭ, നമ്മളാണ്, സഭയിലേക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപന്റെ മുമ്പിലേക്കും പരിശുദ്ധനായ ദൈവം അവിടെ ഇറങ്ങി വരുന്നുണ്ട്. പരിപൂർണരാക്കപ്പെട്ട നീതിമാന്മാരുടെ ആത്മാക്കൾ, അതാണ് വിശുദ്ധരുടെ, നമ്മൾ കത്തോലിക്ക സഭയിൽ വിജയസഭ എന്ന് പറഞ്ഞ പരിപൂർണരാക്കപ്പെട്ട ആത്മാക്കളും, പരിപൂർണരാക്കപ്പെട്ട വിശുദ്ധരുടെ, പരിശുദ്ധ അമ്മയും വിശുദ്ധരും ഒക്കെ ഓരോ ബലിയിലും സന്നിഹിതനാണ്. ഓരോ കൂട്ടായ്മയിലും യേശു നാമത്തിൽ ഒരുമിച്ച് കൂടുന്ന സന്നിഹിതനാണ്. പരിപൂർണരാക്കപ്പെട്ട നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുത്തേക്കും പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശുവിൻ്റെ സവിധത്തിലേക്കാണ് യേശു പറഞ്ഞത്. എൻ്റെ നാമത്തിൽ ഒരുമിച്ചുമ്പോൾ ഞാൻ അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് വ്യാഖ്യാനത്തോടെ പറയാണ്, അവിടെ ദൈവം സ്വർഗം തന്നെ മുഴുവൻ ഇറങ്ങി വരികയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വിശുദ്ധരും ദൂതഗണങ്ങളും നമ്മളുമായിട്ട് ഒരുമിച്ച് ചേർന്ന, സ്വർഗം ഭൂമിയുമായി ഒന്നിച്ചു ചേർന്ന ഒരു സമയമാണ് വിശുദ്ധ കുർബാനയുടെ വേദി. അല്ലെങ്കിൽ യേശു നാമത്തിൽ ഒരുമിച്ച് കൂടുന്ന ഏത് കൂട്ടായ്മകളും, ഈ കൂട്ടായ്മയും നമ്മൾ യേശു നാമത്തിലാണ് ഒരുമിച്ച് കൂടുന്നത്. അവിടെ ഇന്നലെ നമ്മൾ ചിന്തിച്ചൊരു കാര്യമുണ്ടല്ലോ, മനുഷ്യരായ നമുക്ക് പ്രാർത്ഥനാ കൂട്ടായ്മ എന്താണ്? മനുഷ്യരായ നമുക്ക് പറ്റാത്ത കാര്യങ്ങളുണ്ട്. അതായത് ഡോക്ടർമാർ പറഞ്ഞു രക്ഷയൊന്നുമില്ല, ജീവിക്കാൻ പോകുന്നില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ വക്കീൽ പറഞ്ഞ് ശരിയാകാൻ പോകുന്നില്ല, ജഡ്ജി പറഞ്ഞ് ശരിയാകാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നിയമം പറയുന്നത് ശരിയാകാൻ പോകുന്നില്ല, നമുക്ക് അസാധ്യമായത്. അതാണ് യേശു പറഞ്ഞില്ലേ, മനുഷ്യർക്കത് അസാധ്യമെന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യം. അസാധ്യമായ കാര്യങ്ങളുമായി നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ നടുവിലേക്ക് ദൈവം ഇറങ്ങി വരുന്നൊരു നിമിഷമാണ് കൂട്ടായ്മകള്, വിശുദ്ധ കുർബാനയുടെ വേദികൾ. നമ്മുടെ എത്രയോ വേദികളാണ് നമ്മൾ ഉപേക്ഷിച്ചു പോയിരിക്കുന്നത്, അല്ലേ? എത്രയോ അനുഗ്രഹത്തിൻ്റെ സമയങ്ങളാണ് നമ്മൾ ഇതുപോലെ തള്ളിക്കളഞ്ഞിട്ടുള്ളത്. അതേക്കുറിച്ച് എബ്രായ ലേഖനം 10 വചനം പറയുന്നുണ്ട്. നമ്മോട് 10:23 നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകിയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്ന് നമുക്ക് പറയാൻ ഒന്നിച്ചുകൂടുന്ന കൂട്ടായ്മകളെ കുറിച്ച്. എന്നിട്ട് അവിടെ ഒരു കാര്യം പറയാണ്, ചിലർ സാധാരണയായി ചെയ്യാറുള്ളത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത്. നമ്മൾ കാണാതെ ചില വചനങ്ങളൊക്കെ ഉണ്ട്. അവിടെയാണ് നമുക്ക് അസാധ്യമായ എന്ന് പറയുന്നത്. എത്രയോ സംഭവങ്ങളെക്കുറിച്ച് കഴിഞ്ഞ് ഓർപ്പിച്ച് അത്ഭുതങ്ങൾ നടക്കുന്നത് വിശുദ്ധ കുർബാനയുടെ കൂട്ടായ്മയിൽ അത്ഭുതങ്ങളാണ്. ദൈവം ജീവനോടെ ഇറങ്ങി വരുന്ന ഒരു വേദിയാണ്. 2000 വർഷങ്ങളുടെ ഭൂമിയിൽ അത്ഭുതങ്ങളെ പ്രവർത്തി അതേ യേശു ഇറങ്ങി വരുന്ന. മനുഷ്യർക്ക് അത് അസാധ്യം, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യം. അതുകൊണ്ട് തന്നെ അപ്പസ്തോലന്മാർ 4 ശിഷ്യന്മാർ പ്രാർത്ഥിച്ചില്ലേ, അപ്പസ്തോലന്മാർ, കർത്താവേ, ഇവർ ഞങ്ങളെ ഉപദ്രവിക്കുകയാണ്, പീഡിപ്പിക്കുകയാണ്, എന്നാൽ നിന്റെ ജീവനുള്ള സാന്നിധ്യത്തിലാണ് ഞങ്ങൾ ആയിരിക്കുന്ന അറിയാൻ നിന്റെ കരങ്ങളെ നീട്ടണമേ, അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തികളും പ്രവർത്തിക്കണമേ, നിന്റെ വചനം ധൈര്യപൂർവ്വം പ്രഘോഷിക്കാൻ ഈ ദാസരെ അഭിഷേകം ചെയ്യണമേ എന്ന്. ആ സമയത്ത് അവിടെ വലിയ ഭൂമികളൊക്കെ പോലെ അവിടെ അവരിൽ നിന്ന് സ്ഥലം കുലുങ്ങി അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു വന്നു. നമ്മളിത് വിശ്വസിക്കണം. യേശുനാമത്തിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്നേഹം നിറച്ചുകൊണ്ട് അവനുമായി ഒരു ആത്മീയ ബന്ധം. നമ്മൾ പറയല്ലേ, നമ്മൾ ഫോണിന് റേഞ്ച് ഉള്ളിടത്തല്ലേ നമുക്ക് ഫോൺ കണക്ഷൻ കിട്ടുള്ളൂ. നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ ദൈവവുമായിട്ടുള്ള കണക്ഷനാണത്. നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹവും പരസ്നേഹവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവവുമായിട്ടുള്ള കണക്ഷൻ കിട്ടുകയുള്ളൂ. ഫോണിന് റേഞ്ച് പോലെ നമ്മുടെ ഉള്ളിൽ സ്നേഹം നിറച്ചുകൊണ്ടല്ലേ, നല്ല ബാറ്ററി ചാർജ് കൊണ്ട് വരുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ എല്ലാവരോടും ക്ഷമിച്ച് സ്നേഹിച്ച് ദൈവമായിട്ടുള്ള അനുരഞ്ജനത്തിലേക്ക് പോകാൻ, അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠം ഒരുക്കിയിടാം. സ്നേഹത്തോടെ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും ഞാൻ ഇതിൽ ഓർപ്പിച്ച് നമുക്ക് സ്നേഹിക്കാനും പറ്റാത്തതുകൊണ്ടാണ് ദൈവവുമായിട്ടുള്ള
അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം ഇറങ്ങി വരുമ്പോൾ ദൈവത്തിന്റെ കൃപ ലഭിക്കാത്തത് നമ്മൾ സ്നേഹമില്ലാത്തതുകൊണ്ട് ആരോടെങ്കിലുമൊക്കെ വെറുപ്പും വിദ്വേഷവും വാശിയും വൈരാഗ്യം വെച്ചുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിലേക്കോ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്കോ ഒക്കെ കടന്നു വരുന്നത്. സന്ധ്യാപ്രാർത്ഥനയെ പോലും ഭാര്യയും ഭർത്താവും മക്കളും തമ്മിൽ ഉള്ളിൽ അകൽച്ചയാണെങ്കിൽ അവിടെ ദൈവത്തിന് ഇടപെടാൻ പറ്റില്ല. സ്നേഹമാണ് ദൈവം, സ്നേഹത്തിലൂടെയാണ് എല്ലാം. അതുകൊണ്ട് ചിലർ സാധാരണയായി ചെയ്യാറുള്ളത് നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത്. മാത്രമല്ല ആ ദിനം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് ആ ദിനം അടുത്ത് വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും വേണം. അന്യോന്യം പ്രിയമുള്ള നമ്മൾ ദൈവവചനത്തിൽ ലോകമോഹങ്ങൾ നമ്മൾ ഒന്നിച്ചു കൂടുമ്പോൾ നമുക്ക് സാധാരണ ഒരു രീതിയുണ്ട്. ലോകത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ദൈവകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനായിട്ടുള്ള ദൈവത്തിൻ്റെ വലിയ ഇടപെടലിൻ്റെ മേഖലയാണ്. അതായത് മനുഷ്യർക്ക് അത് അസാധ്യം, ദൈവത്തിന് സാധ്യം. ഇന്ന് നമ്മൾ ചിന്തിച്ചായിരുന്നു, ലോകമോഹങ്ങളുടെ പിന്നാലെ പോയി ആഹാബ് രാജാവും കുടുംബവും പിന്നീട് നശിച്ചുപോയി, തകർന്നുപോയി. അവരും വധിക്കപ്പെട്ടു. ആഹാബ് രാജാവ് കൊല്ലപ്പെട്ടു. ജെസബൽ രാജ്ഞിയും കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് എറിഞ്ഞവരെടുത്ത് അടുത്ത ഒരു രാജാവ് വന്ന് കയറിയപ്പോൾ, ഭരിക്കാൻ കയറിയപ്പോൾ അവിടെയെല്ലാം ഈ പറഞ്ഞ് സംഭവിച്ചു. ഞാൻ പറഞ്ഞു വന്ന എബ്രായ ലേഖനത്തിൽ ഒരു വാഗ്ദാനം പറയുന്നുണ്ട്. അതായത് ഈ ഉൽപ്പത്തി 4 ആബേലിന്റെ രക്തം അവിടെ നിലവിളിക്കുന്നു പറയുന്നില്ലേ, എന്നാൽ നമ്മൾ യേശുവിൻ്റെ രക്തത്തിലേക്കാണ് ഒരുമിച്ച് കൂടുന്നത് പറയാണ്. പരിപൂർണാക്കപ്പെട്ട എന്ന് പറയാണ് എബ്രായർ 12 പറഞ്ഞ വാക്യായിട്ട് 22-24 പറയുന്നൊരു കാര്യമുണ്ട്. ആബേലിന്റെ ഇവിടെ എന്താ പറയുന്നത്, യേശു ക്രിസ്തുവിന്റെ സന്നിധിയിലേക്കും ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശുവിന്റെ സമയത്തിലേക്കും ആബേലിന്റെ രക്തത്തെക്കാൾ, ഇത് നമ്മൾ ചിന്തിക്കണം, ആബേൽ രക്തം മണ്ണിൽ നിന്ന് നിലവിളിക്കുന്നതാണെങ്കിൽ യേശുവിന്റെ രക്തം ഈ മണ്ണിൽ വീണപ്പോൾ, ആബേലിന്റെ രക്തം വീണ മണ്ണിലേക്ക് യേശുവിന്റെ രക്തം വീണപ്പോൾ ആബേലിന്റെ രക്തത്താൽ ഉണ്ടായ കറ മായ്ക്കപ്പെട്ടു. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ കഴിഞ്ഞുപോയ തലമുറകളിലൂടെ പാപബന്ധനം ശാപബന്ധനങ്ങളിലൊക്കെ യേശുവിന്റെ രക്തം 1 യോഹന്നാൻ 1:7 നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പരിശുദ്ധമായ രക്തം സകല അശുദ്ധിയിൽ നിന്നും സകല പാപങ്ങളിൽ നമ്മെ കഴുകി ശുദ്ധീകരിക്കുന്നു. ആബേൽ രക്തമാണ് ഇന്നും നമ്മുടെ മേൽ നിൽക്കുന്നത്. എന്നാൽ യേശുവിന്റെ രക്തത്തിലേക്ക് നമ്മൾ സമർപ്പിക്കണം. അവൻ രക്തത്താൽ കഴുകപ്പെടണം. കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരാണ് ഇവരെന്നാണ് വിശുദ്ധരുടെ ഗണത്തെക്കുറിച്ച് വെളിവാടി പറഞ്ഞിരിക്കുന്നത്. വലിയ ഞെരുക്കത്തിലൂടെ വന്നവരാണ് ഇവർ. കുഞ്ഞാടിന്റെ രക്തത്താൽ തങ്ങളുടെ അങ്കികൾ കഴുകി വെളുപ്പിച്ചു വരും. നമ്മുടെ മേലുള്ളത് ആബേലിന്റെ രക്തമാണോ അതോ യേശു ക്രിസ്തുവിന്റെ രക്തമാണോ നമ്മൾ കണ്ടുപിടിക്കണം. പരിശുദ്ധ പരമാ ദൈവകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.